ഹലോ ഗായ്സ്, നമ്മളിന്ന് പള്ളിയിൽ പോകുന്ന ഒരു ബ്ലോഗാണ്. സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നതാണ്. പിന്നെ ഇന്ന് എല്ലാവരും നേരത്തെ ഇറങ്ങിയപ്പം പള്ളിയുടെ ഉള്ളിൽ കയറണമെന്നൊരു ആഗ്രഹം. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ എല്ലാവരും റെഡിയായി. അങ്ങനെ വണ്ടിയിലോട്ട് പോയപ്പോൾ വണ്ടിക്കാണെങ്കിൽ ഒരു കിരികിരാ സൗണ്ട്. എല്ലാവരും അതൊന്നും കുഴപ്പമില്ല, നമ്മൾ കയറി വണ്ടിയിൽ അങ്ങനെ പോകുന്നു. പിന്നെ പള്ളിയൊക്കെ എത്തി. ഇതാണ് ഗായ്സ് പള്ളിയുടെ ദൂരം എന്നുള്ള വ്യൂ. അങ്ങനെ പള്ളിയുടെ ഉള്ളിലോട്ട് പോകുന്നു. ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല, ജസ്റ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത്. പിന്നെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് പള്ളിയുടെ ഇൻറ്റീരിയർ. അങ്ങനെ ജുമായൊക്കെ കഴിഞ്ഞ് ഇറങ്ങി, നല്ല പീസ് മൈൻഡ്. അപ്പം അങ്ങനെ നോക്കി വെളിയിലൊക്കെ നമ്മൾ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ പള്ളിയുടെ പരിസരത്തൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ നിന്ന് ഇപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് സൈഡിൽ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ മറ്റേ തട്ട് പോലത്തെ. അങ്ങനെ അതെന്താണെന്ന് നോക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകും, ചെറിയ ആൾക്കൂട്ടം. അപ്പം അങ്ങനെ നമ്മളും പോയി നോക്കാൻ വെച്ച് അങ്ങോട്ട് നടക്കുന്നു. ഫുള്ള് ഷോപ്പ് തന്നെ, പള്ളിയുടെ നടയിൽ തന്നെ ഫുള്ള് ഷോപ്പുകളാണ്. കൂടുതലും എൻ്റെ പെർഫ്യൂം അങ്ങനെയൊക്കെ. ഇത് മറ്റേ ചെറിയ ഹെഡ്സെറ്റ്, പേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ചെറിയൊരു തട്ട്. ഇതൊരു സൗദിയാണെന്ന് തോന്നുന്നു. ഇയാളുടെ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഇവിടെ കച്ചവടമാണ്. കണ്ട കച്ചവടത്തിന് ഓറഞ്ച് ഒക്കെ കൊണ്ടുപോകണം. നമ്മളത് ടീമൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങോട്ട് പോകുന്നു. നമുക്കൊരു പെർഫ്യൂം വേണമായിരുന്നു, ഡൺഹില്ലിൻ്റെ ഫ്രാഗ്രൻസ്. പക്ഷെ അത് കിട്ടിയോന്ന് അറിയില്ല, അതിവിടെ ഇല്ലയെന്നാണ് തോന്നുന്നു. ഞാൻ അപ്പുറത്തൊരാളുണ്ട്, അയാളെങ്കിലും നോക്കണം. ഫാമിലി ആയിട്ടാണ് ഇവിടെ കച്ചവടം. നമ്മളെന്താ അവിടെ പെർഫ്യൂമൊക്കെ നോക്കണുണ്ട്. ഇതാണ് ഗൈസ് മസ്ജിദ്. നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് എടുത്തതാണ്. നമ്മൾ നോക്കുന്ന ഫ്രാഗ്രൻസ് ഇയാളുടെ നിന്നാണ് ലാസ്റ്റ് വാങ്ങിയത്. അപ്പം അങ്ങനെ ഇപ്പോഴും ഇയാളുടെ നിന്ന് തന്നെ വാങ്ങാനായിട്ട് വന്നതാണ്. ഇയാളതാ തപ്പുന്നത്. ലാസ്റ്റ് അവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ച് കിട്ടി സാധനം. പിന്നെ സാധനങ്ങൾക്ക് വില കുറവാണ്, 10 റിയാലേ ഉള്ളൂ. അതന്നെ കിട്ടി, നമ്മൾ നോക്കിയ പെർഫ്യൂം കിട്ടി. ആള് കൂടി ഉണ്ടാവാം, മൂപ്പര് എല്ലാവർക്കും ടെസ്റ്ററൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കൈയൊക്കെ കാണിച്ച്. ഇവിടെ ഇനിയും കടകളൊക്കെ ഉണ്ട്. വേണ്ട പച്ചക്കറികളൊക്കെ ഉണ്ട് ഇവിടെ. വേണ്ട സവാള, തക്കാളി ഉണ്ട്. തണ്ണിമത്തനൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം. ഇവിടുത്തെ തണ്ണിമത്തൻ കണ്ട ഒരു വല്ലാത്ത പച്ചപ്പ്, ഒരു കളർഫുൾ. ഗൈസ് അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ നേരെ പോകുന്നത് വഫയിലാണ്. അവിടെ നിന്ന് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഗൈസ് ജുമാ കഴിഞ്ഞ് നമ്മൾ വേണ്ട കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അരിയില്ല റൂമിൽ, സോ അരിയും സാമ്പാർ പൊടിയും വാങ്ങാനായിട്ട് നമ്മൾ വന്നു. ഗൈസ് പാലക്കാടൻ മട്ട. തനിമ പപ്പടം. ഇതിൽ കുറേ സാമ്പാർ പൊടി. അതിൽ നമുക്ക് വേണ്ടത് നമ്മൾ നെല്ലറ സാമ്പാർ അല്ലേ, ഇല്ല നെല്ലറ ഷംസുഖാൻ്റെ നെല്ലറ സാമ്പാർ. അങ്ങനെ ഗൈസ് ഇവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു. നമ്മളിനി അടുത്ത് റൂമിലോട്ട് പോകുന്നു. ഇനി അവിടെ പോയിട്ടാണ് ഇനി ബാക്കി ഫുഡും ഇനി പ്രിപ്പറേഷനൊക്കെ കൊണ്ട് കുറച്ച്. ഇപ്പോൾ റൂമിൽ വന്ന പാടെ തന്നെ താണ്ട നിശാക്കെ പണി തുടങ്ങി. സവാള കിരികിരി എന്ന് പറഞ്ഞ് താണ്ട സവാള കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാബേജ് തോരനാണ് വെക്കാൻ പോകുന്നത്. കാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ കൂടെ സവാള ഇങ്ങനെ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കാം. കറിവേപ്പിലയും കുനുകുനുകുനുകുനു അരിഞ്ഞതിന് ശേഷം തേങ്ങാപ്പീരയും ചില മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് ഒന്ന് ഉടച്ച് എടുത്തതിന് ശേഷം ഉപ്പ് ചേർന്ന് മറക്കണം. എന്നിട്ട് അങ്ങനെ വറുത്തെടുത്താൽ മതി, വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. ഞാനാണ് അതിൻ്റെ ആൾ. ഇതാണ് ഗൈസ് ഇവിടുത്തെ നമ്മുടെ കളർഫുൾ ക്യാബേജ് തോരൻ. നമ്മുടെ പുതിയ ഐറ്റം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറ്. എന്നിട്ട് സ്പ്രൈറ്റ് നമ്മൾ കഴിക്കൂല, ഇവൻ്റെ നിർബന്ധപ്രകാരം ഞാൻ അല്പം സ്പ്രൈറ്റ് ഒഴിക്കുകയാണ്. അതെങ്ങനെ അതെടുത്തോടി അയച്ചോടി. ചൂടത്തും തണുപ്പത്തും കേട്ടോ ഇത് ഉപകാരം ചെയ്യും. നിങ്ങൾ പറ. ഓക്കെ, ക്യാബേജ് തോരൻ്റെ അടുപ്പിൽ നിന്ന് റെഡിയായി വരുന്നു. നെട്ടിക്കൽ ബിരിയാണി. മുനീർ ഒരു സൈഡിൽ നിന്ന് പാത്രമൊക്കെ ഒരുക്കി തുടങ്ങി. ഫിഷ് ഫ്രൈ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ കുക്ക് താന്നിപ്പുണ്ട്. മീൻ പൊരിക്കാൻ ചട്ടിയൊക്കെ വെച്ചു. പൊരിക്കാൻ പോകുന്നു ഗൈസ്. അങ്ങനെ ഫുള്ള് ഇടണ്ട, ഓരോ
അങ്ങനെ എണ്ണയൊക്കെ തിളച്ച് വന്നപ്പോൾ നല്ല മീനൊക്കെ ഇട്ട് തുടങ്ങി. നല്ല മറ്റേ ഈ കൊട്ടും പാട്ടൊക്കെ നല്ല റീച്ചാവും. ഗൈസ് മീൻ റെഡി ചെയ്യാൻ ലേറ്റായി. പിന്നെയാണ് മനസ്സിലായത് ഉള്ള മസാലയും കൂടെ എല്ലാം കൂടെ മീനും എല്ലാം ഒരുമിച്ചായിട്ടത്. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും എന്താണ്ട് ഇനി അടുത്ത് പപ്പടം പൊരിക്കാനായിട്ട് പോകുന്നു. കണ്ട മസാലയും മീനും എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് തിമിർക്കുന്നു. അങ്ങനെ എല്ലാവരും കഴിക്കാനിരുന്നു. പിന്നെ 2 പേർക്ക് ഡ്യൂട്ടി ഉണ്ട്. സോ എല്ലാവരും നേരത്തെ ഇരുന്ന് കഴിക്കാൻ. പിന്നെ പൊരിച്ച മീൻ മാത്രമാണ് ലേറ്റായത്. അങ്ങനെ മീൻ റെഡിയായോ എന്തോ ഗൈസ്. വെന്തത് മതി വേഗത്തെ മതി ആണെന്നുണ്ട് പ്ലേറ്റിലൊക്കെ കൊണ്ട് വയ്ക്കുന്നു. തല എടുക്കും കഴിച്ച് കഴിഞ്ഞാ. അങ്ങനെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ഗൈസ്. ഇനി അടുത്ത ആഴ്ച കാണാം. ബൈ.